ഹലോ, നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് എംബ്രോയിഡറിയുടെ. ഇന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ത്രെഡൊക്കെ ഒന്ന് കോർത്തെടുക്കണം. നമ്മളിവിടെ രംഗോലിയുടെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 ഇഴ ഉണ്ടാവും. ഒരു ത്രെഡ് 6 ഇഴയാണ് വരുന്നത്. നമുക്കിത് 6 എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 3 ഇഴ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാ സ്റ്റിച്ചിനും ഫുള്ള് ത്രെഡ് എടുക്കേണ്ട ആവശ്യമില്ല. റണ്ണിങ് സ്റ്റിച്ചൊക്കെ നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ലെയർ, 2ഓ 3ഓ അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്റ്റിച്ചിനൊക്കെ 3 ലെയർ മതി. അത് നമ്മൾ ഇതിൽ നിന്ന് അടർത്തി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കോർത്ത് കൊടുക്കാനായിട്ട്. ഇത് നിങ്ങൾ ഇതിൻ്റെ ആ ഒരു കറുത്ത ടാപ്പ് ഉണ്ടല്ലോ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് കളഞ്ഞാൽ പിന്നെ ഇത് ആകെ കെട്ട് പിണഞ്ഞ് കിടക്കും. നമുക്ക് ഈ ഒരു ത്രെഡുമ്പോൾ പിടിച്ചിട്ടും പുറത്തേക്ക് വലിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി പല സ്റ്റിച്ചുകൾക്കും ഈ ത്രെഡ് നമ്മൾ എടുക്കുന്നത് കൂടുതലായിട്ട് എടുക്കും. പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയിലൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു 3 ലെയറൊക്കെ വെച്ചിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. നിങ്ങളതാണ് ബിഗിനേഴ്സൊക്കെ ചെയ്യേണ്ട കാര്യം. 3 ലെയറൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. 2ഓ 3ഓ ലെയറൊക്കെ വെച്ച് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഫില്ലിംഗ് സ്റ്റിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ ഈ ഔട്ട്ലൈൻ സ്റ്റിച്ചൊക്കെ അങ്ങനെ മതി. ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുമ്പ് പിടിച്ചത് അടിഭാഗം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ വലിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പിന്നെ ഇത് അഴിഞ്ഞൊന്നും പോവില്ല. നമുക്കത് അങ്ങനെ തന്നെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാനും പറ്റും. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലെയറുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അതൊക്കെ മിസ്സായി പോട്ടെ. ശരിക്കും നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോസ് കാണുക. അപ്പോൾ നമ്മൾ 3 ലെയർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ വലിച്ചെടുക്കാം. നമ്മൾ വല്ലാണ്ട് സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടാവും. ഇതുപോലെ വന്നിട്ട് കെട്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ പതുക്കെ വലിച്ച് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് നിർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ലെയർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 3 6 ലെയറായിട്ട് നമ്മൾ 2 ഇത് എടുത്തു വെച്ചു. ഇനി ഇതിൻ്റെ അറ്റം നമുക്ക് കെട്ടിക്കൊടുക്കാം. അറ്റം നിങ്ങൾ സാധാരണ എങ്ങനെയാണോ നിങ്ങൾ തുന്നുമ്പോഴൊക്കെ കെട്ടാറുള്ളത് അതേപോലെ നമുക്ക് അറ്റം ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് ഒന്ന് പിരിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പിരിച്ച് വലിച്ചിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് കെട്ടാവുക. നിങ്ങൾ എങ്ങനെയാണോ കെട്ടിടാറ് ആ രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. ഒരുപാട് കട്ടിയിൽ കെട്ടിടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് വളരെ കനം കുറച്ചും കെട്ടിടരുത്. നമ്മൾ കോർത്തെടുക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോരരുത്. അപ്പോൾ ആ രീതിയിൽ കെട്ടിട്ടിട്ട് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നമ്മുടെ സൂചിയിൽ കോർത്ത് കൊടുക്കണം. അപ്പോൾ സൂചിയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് 2 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷനും സെക്കൻഡ് ക്ലാസ് ഫ്രെയിം ഫിക്സ് ചെയ്യലും അതുപോലെ ആപ്പൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ ട്രേസ് ചെയ്തെടുക്കും എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൂചിയിൽ നൂല് കോർത്ത് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ ഇടുന്നുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ കെട്ട് വന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് എംബ്രോയിഡറി ചെയ്യുക. കുറച്ച് ലെങ്ത്തിൽ ഇടുക. നിങ്ങൾ ഊരി പോരരുത് കേട്ടോ. കോർത്ത് വരുമ്പോൾ ഊരി പോരരുത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് കുറച്ച് നീട്ടി ഇട്ടോളൂ. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ കുറച്ച് താഴത്തേക്ക് ഇട്ടോളൂ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് തുടങ്ങാം. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ലൈൻ വരയ്ക്കുന്ന പോലെയല്ല, ഇടവിട്ടാണ് സ്റ്റിച്ച് വരിക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിലാണ് കേട്ടോ കാണിക്കുന്നത്. 1/2 ഇഞ്ചിൽ നമ്മളൊരു വര വരച്ചു, പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടു, വീണ്ടും 1/2 ഇഞ്ചിൽ ഒരു വര വരച്ചു, അടുത്ത 1/2 ഇഞ്ച് വിട്ടു. അങ്ങനെ വിട്ടാണ് നമ്മൾ എത്ര ഇഞ്ചിലാണോ വരയ്ക്കുന്നത് അത്രയും ഇഞ്ച് നമ്മളവിടെ ഗ്യാപ്പും വിടണം. സെയിം ആയിരിക്കണം. നമ്മൾ വരയ്ക്കുന്ന വരെ, അതായത് നമ്മുടെ സ്റ്റിച്ചും അതിൻ്റെ ഇടയിലെ ഗ്യാപ്പും സെയിം ലെങ്ത് ആയിരിക്കണം. എങ്കിലേ നമ്മുടെ സ്റ്റിച്ചിന് ഭംഗി വരുള്ളൂ. അതാണ് ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സ്റ്റിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. ഔട്ട്ലൈൻ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ബേസിക് സ്റ്റിച്ചാണ് കേട്ടോ എംബ്രോയിഡറിയിൽ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ചെയ്യുമ്പോൾ. നിങ്ങൾ തുടക്കത്തിലൊക്കെ മനസ്സിലാവാനാണ് നമ്മളിങ്ങനെ വരച്ച് ചെയ്യുന്നത്. നമ്മൾ പിക്ചറൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഗ്യാപ്പ് ഒന്നിട്ട് വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. എല്ലാവരും ക്ലാസ് കണ്ടു പോകുന്നതോടുകൂടി തന്നെ വർക്കുകളൊക്കെ ചെയ്ത് പോവുക. നിങ്ങൾ ചെയ്ത വർക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് ഡയറക്റ്റ് മെസ്സേജായിട്ട് അയച്ചു തരാം. ഞാനത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. സെയിം നമ്മുടെ പേജിൻ്റെ നെയിം സെയിം തന്നെയാണ് കേട്ടോ. ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ജു തന്നെയാണ്. ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ആ വരയുടെ ആദ്യത്തെ ആ ലൈനിൽ നിന്ന് നമ്മളിത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലും കണ്ടു ആ ഒരു ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഇതുപോലെ നമ്മളിത് കോർത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇനി ആ ലൈൻ അവസാനിക്കുന്നിടത്ത് വെച്ചിട്ട് കുത്തി നമ്മൾ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മുടെ സ്റ്റിച്ച് വന്നു. ഇനി നമ്മൾ ആ ഗ്യാപ്പ് വിട്ടെടുത്ത് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അടുത്ത ലൈൻ ഉണ്ടല്ലോ, അടുത്ത ലൈനിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും കുത്തിയെടുക്കണം. ത്രെഡ് ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുത്തോളൂ. എന്ന് വെച്ചാൽ ഒരുപാട് വലിച്ച് ഇതാക്കരുത്. ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്തത് നമ്മൾ അടുത്ത ലൈനിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുത്തു. അതിന് ശേഷം സെയിം അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ വീണ്ടും കുത്തി കൊടുത്തു. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലുള്ള ആ ലൈൻ നമ്മൾ വെറുതെ വിടുകയാണ് അടുത്ത ലൈനിൽ നിന്നാണ്. അപ്പോൾ ആ വരച്ചതിൽ മാത്രമേ നമ്മുടെ സ്റ്റിച്ച് വരുള്ളൂ.
ഇതൊക്കെ സിമ്പിളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസ് കണ്ട് പോകരുത് കേട്ടോ. നിങ്ങൾ ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ചിട്ട് അതും ചെയ്യരുത്. യൂട്യൂബ് വീഡിയോസ് അല്ലേ പിന്നെ കണ്ട് പഠിക്കുക അങ്ങനെ വിചാരിക്കരുത്. നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്ലാസ് കണ്ട് അതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീ ക്ലാസ് ആണെങ്കിൽ പോലും പെയ്ഡ് ക്ലാസ്സിൽ പഠിച്ചെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പെയ്ഡ് ക്ലാസ് ആയാലും ഈ ഫ്രീ ക്ലാസ് ആയാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും നമ്മൾ ഫ്രീ ക്ലാസ്സിലും കൊടുക്കാറുണ്ട് കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കേസായാൽ പോലും ഞാൻ ഫ്രീ ക്ലാസ്സാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും അതിൽ ചിലർക്ക് പറ്റണില്ല, യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കില്ല എന്ന് പറഞ്ഞ് എന്നോട് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ജൂലൈ ബാച്ചൊക്കെ റണ്ണിങ് ആണ്. പക്ഷേ ഞാൻ പറയുന്നത് അതിലും പലരും പക്ഷേ നമ്മുടെ ഫ്രീ ക്ലാസ് കണ്ട് എനിക്ക് ആ നമ്പറിൽ മെസ്സേജ് ഇടാറുണ്ട്, ചേച്ചിയുടെ വീഡിയോസ് കണ്ട് പഠിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അവരുടെ ഡെഡിക്കേഷനാണ്. ഫ്രീ ക്ലാസ് കണ്ടായാൽ പോലും ഞങ്ങൾക്ക് പഠിക്കണം. ചിലപ്പോൾ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയോ അതുകൊണ്ടായിരിക്കും അവർ ഫ്രീ ക്ലാസ് കറക്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ട് പഠിച്ച് എടുക്കണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളിത് റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുത്തി നമ്മൾ അടുത്ത ലൈനിൻ്റെ ആദ്യത്തേക്ക് ഇതുപോലെ കുത്തി കോർക്കണമെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാം. തുടക്കത്തിലൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണ്ട. നിങ്ങൾ ഇതൊന്ന് പഠിച്ചതിന് ശേഷം ഇതുപോലെ ഈ ഒരു രീതിയിൽ കേട്ടോ ശ്രദ്ധിക്കണം. നമ്മൾ അവസാനത്തേൽ കുത്തിയിട്ട് പിന്നെ ആദ്യത്തെ ലൈനിലാണ് കുത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് അവിടെ സെൻറ്ററിൽ വരും. ഇതും ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്പീഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മളൊരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളൊരു പാറ്റേൺ വരച്ച് അതിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ ഡയറക്റ്റ്. ഞാനത് നോക്കിയിട്ട് കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ നമ്മളിതേ കുത്തി ഇറക്കാൻ പോവാണ് കേട്ടോ. ലാസ്റ്റ് ലൈനിൽ നമ്മളിതുപോലെ താഴത്തേക്ക് കുത്തി ഇറക്കുക. ഇനി ബാക്കിൽ എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഗ്യാപ്പൊക്കെ കിട്ടി. നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെയാണ് കെട്ടിടണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പേരൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ചിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഈ ക്ലോത്ത് ഒന്നും കളയരുത് കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. കാരണം തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ സ്റ്റിച്ചുകളുടെ പേരുകൾ ഒരു ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ചെയ്യുന്ന മോട്ടിഫുകളൊന്നും നിങ്ങളെടുത്ത് കളയരുത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് വരുന്ന സ്റ്റിച്ചിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ കോർക്കുക. വല്ലാതെ വലിച്ച് കോർക്കുമ്പോൾ ലൂസായി പോരുത്. അപ്പോൾ നമ്മുടെ ആ ത്രെഡിനൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ ടൈറ്റും. അതിന് ശേഷം ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ സൂചി ഇതുപോലെ കോർത്ത് ഇങ്ങോട്ട് വലിച്ച് കേട്ടോ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് സ്പീഡിലൊന്നും ചെയ്യരുത്. ത്രെഡ് ലൂസായി വരും, അത് ശ്രദ്ധിക്കണം. ഇനി ആ കെട്ടിട്ടെടുത്ത് ആ ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ തന്നെ വീണ്ടും ത്രെഡ് കോർക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെ ത്രെഡിനെ കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. 2 വട്ടം ഒന്ന് കെട്ടിട്ടോളൂ, ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലൂ ഉണ്ടല്ലോ, ഫാബ്രിക് ഗ്ലൂ, അതൊരു ലേശം ആ ഒരു ത്രെഡിൻ്റെ അറ്റത്തൊന്ന് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ഊരിപ്പോവില്ലെങ്കിലും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിക്ചറിലേക്ക് ഈ ഒരു സ്റ്റിച്ച് വരച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ ഒരു ലൈൻ മാത്രം ചെയ്ത് വെക്കരുത്. ഇതുപോലെ ഒരു പിക്ചർ വരച്ചിട്ട് ചെയ്തത് വേണ്ടിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചെടുക്കാൻ. അല്ലാതെ നിങ്ങളിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കാണിച്ച് തന്നത് നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ച് തരരുത്. നിങ്ങൾ ഇതുപോലെ ഒരു പിക്ചറിലേക്ക് ചെയ്തത് ആ ഇൻസ്റ്റയിലേക്ക് ഫോട്ടോ അയച്ച് തന്നാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൻ്റെ ആ ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ വരുമല്ലോ. നിങ്ങൾക്ക് കറക്ഷനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി പോകാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പിക്ചറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിൽ അയച്ചു തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മളെടുത്ത ഒരു പിക്ചറിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഗ്യാപ്പ് എന്നുള്ള വരെയല്ല നമ്മൾ ഒരു പിക്ചർ വരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ എടുത്ത സ്റ്റിച്ചിൻ്റെ അതേ ഗ്യാപ്പ് സ്റ്റിച്ചുകൾക്കിടയിലും വരാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോകണം. നല്ല ക്ഷമയോടുകൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ വെറുതെ ഒരു വര വരച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ ഒരു പിക്ചർ വരച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് ഇതുപോലെ ഈ കർവുകൾ ഒക്കെ വരുന്ന സ്ഥലത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി തന്നെ ഓരോ സ്റ്റിച്ചുകളും ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എംബ്രോയിഡറി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സിലായാലും ഈ ഓണൊക്കെ വരുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ നല്ല എംബ്രോയിഡറി സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു വരുമാനം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗവും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നമുക്ക് ഇതുപോലെ മേക്ക് ഓവറൊക്കെ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ പഴയ ടോപ്പൊക്കെ പ്ലെയിൻ ടോപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു പിക്ചർ വരച്ചിട്ടൊക്കെ ഒരു മേക്ക് ഓവർ ചെയ്തൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം.
അപ്പോൾ അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഡൗട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. നമ്മൾ ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതുമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതുപോലത്തെ പിക്ചറൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള പിക്ചറുകൾ സെലക്ട് ചെയ്യാണ്ട് കുറച്ച് വർക്ക് ചെയ്യാനുള്ള പിക്ചറുകൾ ശ്രദ്ധിച്ചെടുക്കുക. സിമ്പിളായിട്ട് വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടി അതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള പിക്ചറുകൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. നമ്മളിപ്പോൾ 2-3 ക്ലാസ്, ഒരു 3-4 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പിക്ചറിൽ തന്നെ 2-3 സ്റ്റിച്ച് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഫില്ലിംഗ് സ്റ്റിച്ചൊക്കെ വരുന്ന സമയത്ത് ഔട്ട്ലൈൻ നമുക്കിതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് ചെയ്യാം, ഫില്ലിംഗ് സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ പഠിച്ച സ്റ്റിച്ചുകൾ അതിലേക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ 2-3 സ്റ്റിച്ച് നമുക്ക് ഒറ്റ പിക്ചറിൽ കൊടുക്കാനും പറ്റും കേട്ടോ. അതൊക്കെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി നല്ല പിക്ചറും കുറച്ചും കൂടി നല്ല വർക്ക് ചെയ്യാൻ പറ്റുന്ന പിക്ചറുകളും ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് എങ്ങനെയാണ് നമ്മൾ കെട്ടിടുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ കൊണ്ട് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് ത്രെഡ് ഉണ്ട്. ആ ഒരു ത്രെഡിലൂടെ കോർത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിടുന്നതൊക്കെ സെയിം ആയിട്ട് അതേപോലെ തന്നെ. ഇനി ഇടയിൽ നമുക്ക് നൂല് കഴിഞ്ഞു പോയാൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കെട്ടിട്ട് നൂല് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അടുത്ത നൂലെടുത്തിട്ട് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയാണ് ത്രെഡ് കഴിയുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ കമൻറ്റുകൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.